ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പിലെ നാലാമത്തെ ദിവസം കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. കാശ്മീരിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സ്ഥലമാണ് ഡാൽ ലേക്ക്. അപ്പോൾ ഡാൽ ലേക്കിൽ ആണ് ഇന്ന് നമ്മുടെ പരിപാടി. ഡാൽ ലേക്കിൽ കൂടെയുള്ള ഒരു ഷിക്കാര റൈഡാണ് ഇന്നത്തെ പരിപാടി. ഷിക്കാര റൈഡ് പറഞ്ഞാൽ ഇതേപോലെ കാണുന്ന ചെറിയ ചെറിയ ബോട്ടിൽ നമ്മളെ ഒരാൾ തുഴഞ്ഞിങ്ങനെ കൊണ്ടുപോകും. ഈ ബോട്ടിൻ്റെ ഇവിടെയുള്ള ഈ ഡാൽ ലേക്കിൽ കൂടെ പോകുന്ന ഈ ചെറിയ ചെറിയ ബോട്ടുകൾക്കുള്ളൊരു പേരാണ് ഷിക്കാര. അങ്ങനെ ഈ ഷിക്കാര റൈഡാണ് ഇന്നത്തെ പ്രധാന പരിപാടി. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ ഞങ്ങൾ രാവിലത്തെ എണീച്ച് ചായ കുടിക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ 9 മണി 9:30 പിന്നെ അവിടുന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടൊരു 1 മണിക്കൂറോളം യാത്ര, 1 മണിക്കൂറിനടുത്ത് യാത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട്, നല്ല മൂടൽമഞ്ഞൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി വൈകി. എന്തായാലും ഒരു 11-11:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഡാൽ ലേക്കിൻ്റെ അടുത്തെത്തി. ഞാനും എൻ്റെ ടീമിലുണ്ടായിരുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള 2 ആൾക്കാരും പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു ലോഡ് ആളുകൾ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ടീമിൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡർമാർ നേരത്തെ വന്നിട്ട് ബോട്ടുകളൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെച്ചിരുന്നു. പൈസ കൊടുത്തിട്ട് ബോട്ടുകളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള 2 ആൾക്കാരും പിന്നെ തിരൂരിൽ നിന്നുള്ളൊരു നമ്മുടെ സുഹൃത്തും കൂടിയാണ് ഞങ്ങൾ 4 ആളായിരുന്നു ഒരു ഷിക്കാരയിലുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റൈഡാണ് ഷിക്കാര റൈഡ് ഡാലിലേക്ക് നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഈ പോകുന്ന സമയത്തുള്ള കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ഏതാണ്ട് ഒരു 1 മണി ഒക്കെ ആകുമ്പോഴേക്കും മടങ്ങി വരുന്നുള്ള രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡാൽ ലേക്കിലൂടെയുള്ള നമ്മുടെ ഡ്രീം കാശ്മീർ യാത്രേൻ്റെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ 1.5 മണിക്കൂർ നമ്മുടെ ഈ ഡാൽ ലേക്ക് കൂടെയുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അതായത് ഡാൽ ലേക്ക് നല്ലൊരു വെള്ളം, അതായത് ഒരു ലോകം തന്നെയാണ്, വാട്ടർ വേൾഡ് തന്നെയാണ് ഈ ഡാൽ ലേക്ക്. അതിൻ്റെ ഈ ഡാൽ ലേക്കിനുള്ളിൽ ഒരുപാട് എന്താ പറയുക, ഹൗസ് ബോട്ടുകൾ, ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഹൗസ് ബോട്ടുകൾ, പിന്നെ ഇവിടുത്തെ നാട്ടുകാർ താമസിക്കുന്ന ഹൗസ് ബോട്ടുകൾ, ഒരുപാട് കച്ചവടക്കാർ, ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് പല സാധനങ്ങൾ, പൂക്കളും പിന്നെ ചായ, മിഠായികൾ, പിന്നെ ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ ഈ ബോട്ടുകളിൽ വെച്ച് തന്നെ വിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് കച്ചവടക്കാർ, അതേപോലെ ടെക്സ്റ്റൈൽസുകൾ, തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകൾ, മറ്റ് സ്റ്റേഷനറി കടകൾ, നമ്മളെ മൊമെൻറ്റോകളും പിന്നെ കാശ്മീരിനാട്ടിൽ മാത്രം പ്രത്യേകത പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ, അങ്ങനെ ഒരുപാട് കടകളും മാളുകളും ജീവിതങ്ങളും ഒക്കെയുള്ള ഒരു ലോകം തന്നെയാണ് ഈ ഡാൽ ലേക്ക്. അപ്പോൾ ഈ ഡാൽ ലേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ വീഡിയോ ആണ് എടുത്തിരുന്നത്. അത് ഏതാണ്ട് കട്ട് ചെയ്ത് ചുരുക്കി എഡിറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ അത്യാവശ്യം പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിവരണം മാത്രം തരാനേ കഴിയുള്ളൂ. വലിയൊരു വിവരണ വിദഗ്ധനൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കണ്ട കാഴ്ചകൾ പറ്റ ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് വിശദീകരിച്ച് വിവരിച്ച് തരാൻ കഴിയുന്നൊരു ശ്രമം കൂടി നടത്താം. അപ്പോൾ എല്ലാവരും കാഴ്ചകൾ മുഴുവൻ കാണുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്യണത് ഇതുവരെ ഡാലിലേക്ക് കാണാത്തവരും ഇനി കാണാൻ കഴിയില്ല എന്നൊക്കെ തോന്നുന്ന ആളുകൾക്കൊക്കെ ആയിട്ടാണ്. ചിലപ്പോൾ ഇത് ഒരുപാട് കണ്ടവർക്ക് ഇതൊരു വിരസമായിട്ട് തോന്നുന്നത്. കാരണം ഏതാണ്ട് ഒരേപോലുള്ള കാഴ്ചകളാണ് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയ എൻ്റെ മനസ്സിന് പിടിച്ച കാഴ്ചകളാണ് ഞാൻ ഇതായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളോട് ഒരു ബോട്ടിൽ വന്നിട്ട്, ഇതുപോലെ കച്ചവടക്കാരാണ് ഇവർ ഫോട്ടോഗ്രാഫർമാരാണ്. ഇവർ വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കണം. അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിന് വാടകയുണ്ട് കേട്ടോ. 300 രൂപയൊക്കെയാണ് ഒരു ഫോട്ടോയൊക്കെ അവർ വാങ്ങുന്നത്. ആ ഡ്രസ്സ് ഇട്ടിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ 300 മുതൽ 800 വരെ വാങ്ങും ചിലന്ന്. നമ്മളിത് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ബാർഗെയിനിങ്ങിനുള്ള എന്താ പറയുക, ഒരു ചാൻസ് ഒക്കെ അവിടെ ഉണ്ട്. ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് റേറ്റ് കുറക്കുകയൊക്കെ ചെയ്യാം. ലേക്കിനുള്ളിലുള്ള ഒരു തുരുത്തിലുള്ള ഒരു ഹോട്ടലാണത്, ഹോട്ടൽ ഹെവൻ കനാൽ. പഴയകാലത്തെ നിർമ്മാണ രീതിയിലൊക്കെ ഉള്ളൊരു ഹോട്ടൽ. അന്നത്തെ കാലത്ത്, ഇപ്പോൾ പ്രവർത്തനമൊന്നും കാണാനല്ല, ഒരു ആളനൊക്കെ ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. പഴയ കാലത്ത് ഒരു പക്ഷേ നല്ല പ്രതാപത്തിൽ നിന്നൊരു ഹോട്ടലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹോട്ടലുകളും ഇതേപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന പോലെയുള്ള കെട്ടുവള്ളങ്ങളൊക്കെ ഈ ഡാൽ ലേക്കിൽ
ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. സീസണുകളിലും ഒക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇതേപോലെ നമ്മൾ ആലപ്പുഴയൊക്കെ നമ്മുടെ കായലിൽ കെട്ടുവള്ളങ്ങളൊക്കെ താമസിക്കുന്ന പോലെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ ഈ ബോട്ടുകളിലുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഈ ബോട്ടുകളിലൊന്നും ഇപ്പോൾ ആളുകൾ താമസിക്കേണ്ട ലക്ഷണമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇനി ചിലപ്പോൾ തണുപ്പ് കൂടിയത് കൊണ്ട് തന്നെ ഓഫ് സീസൺ എന്ന നിലക്ക് ഹൗസ് ബോട്ടിൽ ആളുകൾ താമസിക്കുന്ന ഒരു സമയമാവില്ല. ഇപ്പോൾ സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. ഇപ്പോഴും നമ്മളെ മുമ്പിൽ കാണുന്ന പോലെ ലേക്ക് ഇങ്ങനെ ഫോഗ് കൊണ്ട് മൂടൽമഞ്ഞ് കൊണ്ട് മൂടിയിട്ട് ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണുള്ളത്. ഈ മൂടൽമഞ്ഞ് മൂടിയ ഈ കായലിൻ്റെ കാഴ്ച അത് വേറൊരു രസമാണ്. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ള വേറൊരു ഹൗസ് ബോട്ടാണ്. ഇതിലേതാണ്ട് വലിയൊരു ഫാമിലിക്കൊക്കെ സുഖസുന്ദരമായിട്ട് താമസിക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ബോട്ടാണിത്. ഇതുപോലെ അനേകായിരം ബോട്ടുകൾ ഈ ഒരു കായലിലുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ പോണ വഴിക്കൊക്കെ ഇതേപോലുള്ള ബോട്ടുകൾ ഒരുപാട് കണ്ടു. ഇതിൻ്റെ ബുക്കിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പരസ്യ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ സൗകര്യം ഒക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ഹൗസ് ബോട്ടുകൾക്ക് ഉണ്ടെന്നാണ് പല ഭാഗത്തുള്ള പരസ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം. എന്തായാലും ഇതൊന്നും കായലിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ട് പോകുന്ന ടൈപ്പ് ആവില്ല. ഇതിങ്ങനെ ഫിക്സ് ആക്കി വെച്ചേക്കാണ്. അവിടെ നിർത്തിയിട്ട നിലയിലാണ് ഈ ഹൗസ് ബോട്ടുകളൊക്കെ. നമ്മൾ ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ ഈ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നമ്മുടെ കായലിൽ നമ്മളെ കൊണ്ട് തുഴഞ്ഞു പോയി അതിൻ്റെ കൂടെ നമുക്ക് ആ രാത്രിയൊക്കെ കായലിൽ ഈ ബോട്ടിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ അവിടെ ഏതാണ്ട് നങ്കൂർ ഇട്ടുകൊണ്ട് കിടക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മുടെ കാലിലേക്കുള്ള കറക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കായലിന് നടുവിലുള്ള ഒരു തട്ടുകടയാണ് ഈ കാണുന്നത്. ഈ തട്ടുകടകളിലൊക്കെ കാശ്മീരിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതായത് കാശ്മീരിൽ നിന്നുള്ള ഒരുപാട് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസൊക്കെ ഈ തട്ടുകടകളിൽ നമുക്ക് യാത്രക്കാർക്കായിട്ട് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അവനവൻ്റെ ഷിക്കാരകളൊക്കെ ഈ ഒരു തട്ടുകടക്ക് അടുത്തായിട്ട് പാർക്ക് ചെയ്തുകൊണ്ട് അവർ ഈ തട്ടുകടയിൽ നിന്നുള്ള ഫുഡുകൾ നമുക്ക് ഷിക്കാരിലേക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തന രീതി. ഈ ലേക്കിൻ്റെ നടുവിലാണെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ തുരുത്തുകൾ, അതിൽ ചെറിയ വീടുകൾ, മരങ്ങളുണ്ടാക്കിയതാണെങ്കിൽ ചെറിയ ചെറിയ വീടുകളും അതേപോലെ ഇതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ, ബോട്ടുകളും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ തുരുത്തുകൾ കാണാം.
സ്കൂളൊക്കെ അവധിയായതുകൊണ്ട്, വിൻ്റർ വെക്കേഷൻ അവധിയായതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ സ്വന്തം ബിസിനസ്സൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചായ കോഫിയൊക്കെ വിൽക്കാൻ നടക്കുന്ന ചെക്കനാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കണതാണ് കുട്ടികളൊക്കെ. അവർ ഇങ്ങനെയുള്ള ഒഴിവ് ദിവസങ്ങളിൽ ഇതേപോലെ പല ബിസിനസ്സായിട്ട്, ഇതേപോലെ ചായയായിട്ടും പൂവായിട്ടും പച്ചക്കറികളായിട്ടും ഫ്രൂട്ട്സൊക്കെ ആയിട്ടും ഈ ശിക്കാരകളിലും ചെറിയ ബോട്ടുകളിലൊക്കെ കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വിറ്റുകൊണ്ട് അങ്ങനെ വരുമാനം കണ്ടെത്തുന്ന ടീമുകളാണ്. അപ്പോൾ നമ്മൾ ഇതിന്നൊരു കോഫി കുടിക്കാന്നുള്ള പരിപാടിയിൽ അവനോടൊരു കോഫി ഓർഡർ ചെയ്തതാണ്. ഒരു കോഫിക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട്. 50 രൂപയാണ് ഒരു കോഫിക്ക് വില. എന്തായാലും ഇതിൻ്റെ കോഫിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ട് കോഫിക്കൊക്കെ ഓർഡർ ചെയ്തു. അപ്പം അങ്ങനെയുള്ള ജീവിതങ്ങളും ഈ ഒരു ദാൽ ലേക്കിലെ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളാണ് ഇവരൊക്കെ. എൻ്റെ കൂടെയുള്ള ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ ഷിക്കാറിൻ്റെ ഡ്രൈവർ നമ്മുടെ ഷിക്കാർ ഇവിടുന്ന് ഹാൾട്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഡ്രസ്സും കുട്ടികൾക്ക് ഡ്രസ്സും അതേപോലെ കോട്ടുകളൊക്കെ വിൽക്കുന്ന ചെറിയ കട ഉണ്ട്. അതിനടുത്തായിട്ടൊരു ബോട്ടിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തുണിക്കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ, ഡ്രസ്സുകൾ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കയറിയതാണ്. ഞാനാണെങ്കിൽ ഞാൻ പുറത്ത് നിന്നിട്ട് ഇവിടെയുള്ള കാഴ്ചകളിങ്ങനെ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം മുഴുവന് ഏകദേശം ഈ ഡ്രസ്സുകളും അതേപോലെ കോട്ടുകൾ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള തുണിത്തരങ്ങളൊക്കെ വെക്കുന്ന കടകളുടെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഇവിടെ നമ്മളെ വണ്ടി ഹാൾട്ടാക്കി ഇനി നമ്മൾ ഇവിടെ നിന്നാണ് തിരിച്ച് നമ്മുടെ യാത്ര തുടങ്ങിയ ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകൾ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് കടകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് തുണിക്കടകൾ തന്നെയാണ്, കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടുന്ന് ഇനിയും കുറേ ദൂരം അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോവാം. ഇതുപോലെ തന്നെ വെള്ളത്തിലൂടെ തന്നെ, ലേക്കിലൂടെ തന്നെ ഒരുപാട് വേണമെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ ടൈമിൽ ഷിക്കാര റെൻറ്റിനെടുത്ത ആളുകൾക്കാണെങ്കിൽ കൂടുതൽ സമയം ഷിക്കാരയിൽ കറങ്ങാം. നമ്മൾ 1 മണിക്കൂർ സമയത്തേക്കാണ് ഷിക്കാര എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ ഷിക്കാര മടക്കയാത്ര തുടങ്ങും. നമ്മുടെ യാത്രൻ്റെ ഏതാണ്ട് പകുതിയിലേറെ കഴിഞ്ഞു, യാത്രാ സമയത്തിൻ്റെ പകുതിയിലേറെ കഴിഞ്ഞു. നമുക്ക് തിരിച്ച് നമ്മൾ ഷിക്കാര കയറിയ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് തിരിച്ചു പോകാനുള്ളത്.
അങ്ങനെ കാശ്മീരിലെത്തുന്ന ഏതൊരു സഞ്ചാരിൻ്റെയും ഒരു വലിയൊരു ആഗ്രഹമായിട്ടുള്ള, അതായത് ഒരു ലക്ഷ്യമായിട്ടുള്ള ദാൽ ലേക്കിലൂടെയുള്ള ഷിക്കാര റൈഡ്. മഞ്ഞ് മൂടി കിടക്കുന്ന ഈ മലകളുടെ നടുവിലുള്ള ഈ ഒരു ദാൽ ലേക്കിലൂടെയുള്ള ഈ ഒരു ഷിക്കാര റൈഡ് എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ കാശ്മീരിലെത്തി നമ്മൾ ദാൽ ലേക്കിൽ ഒരു ഷിക്കാര റൈഡൊക്കെ നടത്തി. ആ ഷിക്കാര റൈഡിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരിൽ ഈ ദാൽ ലേക്കിലൂടെ നമ്മൾ ഷിക്കാര റൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടുതന്നെ തീരാവുന്ന അതിലേറെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി നടക്കാനുണ്ട്. അത് നമ്മളൊക്കെ ഈ റെൻറ്റിനെടുക്കുന്ന ഷിക്കാരൻ്റെ റേറ്റിനനുസരിച്ച് നമുക്ക് സമയങ്ങൾ നമ്മൾ തീരുമാനിച്ച് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ആ രീതിയിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ ബുക്ക് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ ഈ ദാൽ ലേക്കിൽ സ്റ്റേ ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും കാശ്മീരിൽ വരുന്ന ആളുകൾ ഒരിക്കലും മിസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരിക്കലും കാണാതിരിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഈ ഒരു ദാൽ ലേക്കിലുള്ള റൈഡ്. സോ നമ്മുടെ ദാൽ ലേക്കിലുള്ള ഷിക്കാര റൈഡിൻ്റെ യാത്രേൻ്റെ അവസാനമാണത്. നമ്മുടെ ബോട്ടിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താനായിട്ടുണ്ട്. നമ്മുടെ യാത്രയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ നാട്ടിലുള്ള ചങ്സാണ് ഈ ഒരു മറ്റ് അപ്പുറത്തുള്ള ബോട്ടിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ മല്ലു ബോയ്സ് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ കൂടെ ബസ്സിലുണ്ടായിരുന്നു. ഇതെല്ലാവരും ഈ ഷിക്കാര യാത്രൻ്റെ ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. ഇനി മടക്കയാത്രൻ്റെ ഒരുക്കത്തിലും കൂടിയാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. നമ്മളിനി തിരിച്ച് നാളെ നമ്മുടെ കാശ്മീർ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിക്കേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കാശ്മീർ യാത്രയിലെ 4ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ നടത്തിയ ദാൽ ലേക്കിലൂടെയുള്ള, അതായത് കാശ്മീരിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ടുള്ള ദാൽ ലേക്കിലുള്ള ഷിക്കാര റൈഡിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. സോ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയണില്ല, ഒരു 20 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ്. മുഴുവൻ കാണാൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.